respected dear family members, my pranams to you. എല്ലാവർക്കും എൻ്റെ പ്രണാമം. Nearly half a dozen astrologers partly called me, partly wrote to me, partly sent an email. 6-7 ജ്യോതിഷന്മാര് എന്നെ ഫോൺ വിളിച്ചു, 2-3 പേര് ഇമെയിൽ അയച്ചു, കത്തയച്ചു. വി റെസ്പെക്ട് യു, വി ഓണർ യു. ഞാൻ നിങ്ങളെ ബഹുമാനിക്കുന്നു, നിങ്ങളെ ആദരിക്കുന്നു. ബട്ട് യു ആർ നോട്ട് സപ്പോർട്ടിങ് അസ്ട്രോളജി. ജ്യോത്സ്യത്തെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ല, എതിർക്കുന്നു. നോട്ട് ബ്ലണ്ട്ലി ഒപ്പോസിങ്, ഔട്ട്റൈറ്റ് ആയിട്ട് ഒപ്പോസ് ചെയ്യല്ല, ബട്ട് യു ആർ നോട്ട് സപ്പോർട്ടിങ് ദാറ്റ് ആൻഡ് യു ടോക്ക് എഗൻസ്റ്റ് ഇറ്റ്. നിങ്ങളത് സപ്പോർട്ട് ചെയ്യുന്നില്ല, അതിനെതിരെ സംസാരിക്കുകയും ചെയ്തു. സോ what is the real role of astrologers? Like we people, we also make a livelihood with this. Very good question. Almost everybody asked the same type of question in almost the same type of words. എല്ലാ ചോദ്യങ്ങളാണ്, ഒരേ രീതിയിലാണ് അവരെല്ലാം ചോദിച്ചത്. We are making our livelihood. ഞങ്ങളുടെ ഉപജീവന മാർഗമാണ് ജ്യോത്സ്യം. ഞങ്ങളത് ഉപയോഗിക്കുന്നു. അതിനെ ഞങ്ങൾ എങ്ങനെ ഇനി പ്രയോഗിക്കണം? ഹൗ ടു അഡോപ്റ്റ് ദാറ്റ്, യൂട്ടിലൈസ് ഇറ്റ്. all of you my pranams. to all of them my pranams. അവരെ ഞാൻ പ്രണമിക്കുന്നു. I am not against any knowledge existing in the world. ഈ ലോകത്തിലുള്ള ഒരു അറിവിനും എതിരല്ല ഞാൻ. ഏതറിവും, മന്ത്രവാദമാണെങ്കിലും ഏതും, there is some use for that. Every knowledge can be utilized. എല്ലാ തരത്തിലുള്ള അറിവും നമുക്ക് ജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റും. ബട്ട് ബ്ലൈൻഡ്ലി യൂസിങ് ദാറ്റ്, കണ്ണുമടച്ചത് ഉപയോഗിക്കുന്നത്, ബ്ലൈൻഡ്ലി ലേണിംഗ് ആൻഡ് ടീച്ചിങ് ആൻഡ് പ്രീച്ചിങ് ആൻഡ് പ്രാക്ടീസിങ്, കണ്ണുമടച്ചത് പഠിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് പ്രയോഗിക്കുന്നത്, it should not create a sense of fear in others. അസ്ട്രോളജേഴ്സ് പറയുന്നത് കേട്ടിട്ട് കേൾക്കുന്ന വ്യക്തികളുടെ മനസ്സിനകത്തൊരു ഭയം ഉണ്ടാവരുത്. അവർ ജീവിതത്തിൽ ശാന്തി അന്വേഷിച്ചാ പോകുന്നത്. എവരി വൺ ഈസ് സെർച്ചിങ് ഫോർ ദ പീസ്. ബട്ട് ഇറ്റ് ഷുഡ് നോട്ട് ക്രിയേറ്റ് ദ ഓപ്പോസിറ്റ് ഓഫ് ദാറ്റ്, ടെൻഷൻ. അതുണ്ടാവരുത്. ഇൻ മൈ ഫാമിലി, my elder brother said about very seriously positive about an astrologer. എൻ്റെ ജ്യേഷ്ഠൻ എറണാകുളത്തുള്ള ഒരു വലിയ ജ്യോത്സ്യനെ കുറിച്ച് പറഞ്ഞു. ഐ ജസ്റ്റ് ഇഗ്നോർഡ് ഇറ്റ്. ഞാനത് ശ്രദ്ധിച്ചേയില്ല. ബട്ട് മൈ വൈഫ് ടുക്ക് ഇറ്റ് വെരി സീരിയസ്ലി. ഐ ഡിഡ് നോട്ട് നോ ദാറ്റ് ഓൾസോ. എൻ്റെ ഭാര്യ അത് വളരെ സീരിയസ് ആയിട്ട് എടുത്തു. And while I was going for lecture tour to Kasaragod and Kannur, my wife went to this particular astrologer in Ernakulam. ഞാൻ ലോങ് ടൂറിലായിരുന്നപ്പോൾ, പ്രഭാഷണത്തിന് വേണ്ടിയിട്ടുള്ള ടൂറിലായിരുന്നപ്പോൾ എൻ്റെ ഭാര്യ ഈ അസ്ട്രോളജറെ ചെന്ന് കണ്ടു എറണാകുളത്ത്. He said so many negatives and my wife almost get shocked. എൻ്റെ ഭാര്യയ്ക്ക് അതൊരു ഷോക്കായിരുന്നു. My elder brother recommended the name of this astrologer without knowing me that my wife will be going for that. എൻ്റെ ഭാര്യ അങ്ങോട്ട് പോകുന്ന ഞാൻ പ്രതീക്ഷിച്ചില്ല. എൻ്റെ ജ്യേഷ്ഠന്റെ വാക്കുകളിൽ വിശ്വസിച്ചിട്ടാണ് ഈ അബദ്ധം പറ്റിയത്. And it affected her very seriously. The total thing went on in a different way, entirely different way compared to what the astrologer predicted. This I came to know later. ഈ അസ്ട്രോളജർ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലാണ് കാര്യങ്ങൾ പോയത്. വളരെ നന്നായിട്ട് പോയി. പക്ഷേ ഈ അസ്ട്രോളജർ പറഞ്ഞതിനെ കുറിച്ച് ചിന്തിച്ച് ഇയേഴ്സ് ടുഗദർ ഷീ വറീഡ് ആൻഡ് ഈവൻ മെന്റലി അഫക്റ്റഡ്. വർഷങ്ങളോളം, ഇയേഴ്സ് ടുഗദർ, നോട്ട് മന്ത്സ് ടുഗദർ, ഷി വാസ് ഫോഴ്സ്ഡ് ടു സ്റ്റിക്ക് ഓൺ ദാറ്റ് അസ്ട്രോളജേഴ്സ് അഡ്വൈസ്. ആ അസ്ട്രോളജറുടെ വാക്കുകൾ കേട്ടിട്ട് ഇവര് ഇത് നമ്മൾ അറിയുന്നുമില്ല.
I was not knowing about it. And she depended exclusively on my brother's words, which I ignored. എൻ്റെ ജ്യേഷ്ഠന്റെ വാക്കുകൾ അനുസരിച്ചിട്ടാണ് ഇവൾ പോയത്. And what he said, astrologer said, and what really happened are entirely different. Possible also. You may be knowing, astrologer ജ്യോത്സ്യൻ പറഞ്ഞതും സംഭവിച്ചതും വളരെ വ്യത്യാസമുണ്ട്. Just like Delhi election, everybody predicted BJP will come, but AAP came with a thumping majority, 67 seats out of 70. So the prediction can go wrong anywhere. ആരുടെയും പ്രവചനം തെറ്റാം. So remember that I am not against astrology, I am not against astrologer, I am not against making your livelihood. I am not against for anybody at all. Even killing the cow, I am not against. And I repeatedly told, നിങ്ങൾ astrologer ജ്യോത്സ്യനോടും എനിക്ക് എതിർപ്പില്ല, ജ്യോതിഷത്തോടും എതിർപ്പില്ല, ജ്യോതിഷം ഉപയോഗിച്ച് ഉപജീവന മാർഗം ഉണ്ടാക്കുന്നവരോട് എതിർപ്പില്ല, ഈ പശുവിനെ കൊല്ലുന്നവരോട് എനിക്ക് എതിർപ്പില്ല. ബട്ട് sympathetically, mercifully, without cruelty, you do whatever you want to do. Painless killing by astrologer or the slaughter. Painless killing, I mean not killing in the literal sense, avoiding cruelty mentally or physically. So you astrologers give them guidance. അവർക്ക് മാർഗനിർദ്ദേശം നൽകുക. Motivate them, appreciate them, tell good about the horoscope, and also mention some negatives if it is there, and guide them. Don't make them understand that this is the last word in the world. ജ്യോത്സ്യവും തലക്കുറിയുമാണ് ജീവിതത്തിന്റെ അവസാനത്തെ വാക്കുകൾ എന്ന രീതിയിൽ ഭയപ്പെടുത്തല്ലേ. Don't create a sense of fear, scaring them. അവരെ ഭയപ്പെടുത്തി ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ പറയുന്നത് കേൾക്കുന്നുണ്ട്. An excellent alliance. I know pretty well. The astrologer said, you will get better than this, you avoid this. നല്ല കുടുംബം, നല്ല അലയൻസ് ആണ്. ജ്യോത്സ്യൻ പറഞ്ഞു ഇതിനേക്കാൾ നല്ലത് കിട്ടും, ഇത് ഒഴിവാക്കാം. Finally that girl went of her own with some other people. And she was very much interested in the first boy. വളരെയധികം നല്ല രീതിയിൽ താല്പര്യം ഉണ്ടായിരുന്നു. ജ്യോത്സ്യനെതിരെ പറഞ്ഞതുകൊണ്ട് വൈദവ്യ ദോഷമുണ്ടെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. The threatening was that when this girl will become a widow within short period of the marriage. This is what the provocation done by the astrologer. That girl went off her own without even telling to the parents. മാതാപിതാക്കളോട് പറയാതെ അത് പോയി. So to all the astrologers, I very specifically would like to say, become a counselor. You counsel them, guide them, advise them, motivate them, appreciate them. This is what the doctors are doing. ഇതല്ലേ ഡോക്ടർമാർ ചെയ്യുന്നത്. Be confident, you will become all right. അതേപോലെ indirectly, psychologically, you can give them guidance. ഡോക്ടർമാര് വളരെ നല്ല രീതിയിൽ ആത്മവിശ്വാസത്തോടുകൂടി ചികിത്സ വേണം. എന്താണ് അസുഖം എന്ന് അറിഞ്ഞുകൂടാ, നമ്മളത് കണ്ടുപിടിക്കും, അതിനുശേഷം ചികിത്സിക്കും. You will become all right. Like that, the horoscope will not be good always for everybody. All the 9 grahas, all the 12 bhavas, there will be good and bad. Positional bad will be there. Grahas standing, graha drishti, ഗ്രഹങ്ങളുടെ യോഗം, ഗ്രഹങ്ങളുടെ സ്ഥാനം, പിന്നെ കണ്ടകകാലം, ചരം, എല്ലാം ഇതിനെ ബാധിക്കുന്നു. All these will be directly affecting if the astrologer's words are being accepted by the customer. പിന്നെ astrologer തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന വ്യക്തികൾക്ക് ആത്മഹത്യ ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കാത്ത വിധത്തിൽ give them guidance, give them very positively. Many negatives will be there. Tell them to pray, do good thing to others, help the poor, help the downtrodden, help the old age. നിങ്ങളുടെ ജാതകത്തിൽ കുറച്ച് കുഴപ്പമുണ്ട്, ചെറിയ അമ്പലത്തിൽ ചെന്നിട്ട് വഴിപാട് നടത്തുക, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുക,
നല്ല രീതിയിൽ വേദന അനുഭവിക്കുന്നവരുടെ വേദന ഇല്ലാതെയാക്കാൻ ഹെൽപ്പ് ചെയ്യുക, നന്മകൾ ചെയ്യുക. ഡു ഗുഡ് തിങ്. ഫോർ എവറി ഗുഡ് ആക്ഷൻ ദർ ഈസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഗുഡ് റിയാക്ഷൻ. ഏത് നല്ല പ്രവൃത്തിക്കും നല്ല പ്രവൃത്തിയുടെ ഫലം കിട്ടും എന്ന് പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഗൈഡ് ദം. And if at all this alliance is not good, tell them that one, it is not very good. If you are getting another, still better, within 1 or 2 months, try that one also. Just wait and give the answer like this. 1-2 മാസം കൂടി കാത്തിരിക്കണമെങ്കിൽ കാത്തിരിക്കുക. ഇതിൽ ചെറിയ ചെറിയ കുഴപ്പങ്ങളുണ്ട്. എല്ലാ ജാതകത്തിലും കുഴപ്പമുണ്ട്, എല്ലാ ജാതകത്തിലും കുഴപ്പങ്ങളുണ്ടാവും, എല്ലാ ജാതകത്തിലും നന്മയുണ്ടാവും. അതുകൊണ്ട് ഒന്ന് കാത്തിരുന്ന് നോക്കുക എന്നൊക്കെ പറയുമ്പോൾ that you become the part of their life. You will become the part of their life. അവരുടെ ജീവിതത്തിന്റെ ഭാഗമാവുന്നു. Naturally, those who are interested in giving you 100 rupees will be giving you 300 or 500 rupees. നിങ്ങൾക്ക് 100 രൂപ തരാൻ ആഗ്രഹിക്കുന്നവര് 300, 400, 500 തരും. Because you gave them correct guidance. You know, the whole horoscope, Horashastra starts with Uha, Poha, Padu. You are guessing and estimating and telling. You are not telling the perfect science. Science അല്ല പറയുന്നത്, ഊഹിച്ചാ പറയുന്നത്. ഊഹാപോഹ പടു, ഊഹിച്ചെടുത്തിട്ടാ പറയുന്നത്. ഇറ്റ് ക്യാൻ ഗോ റോങ് ആൾസോ. അത് തെറ്റാൻ സാധ്യതയുണ്ട്. സോ become a good counseling agent, advisor for others, those who are coming to you, and continue your work in a positive way, not negative way, without ego, without a biased approach, without a preconceived emotions. മുൻവിധിയോടുകൂടി, അഹങ്കാരത്തോടുകൂടി, ഞാൻ അവസാനത്തെ ജ്യോത്സ്യനാണ് എന്ന ധാരണയോടുകൂടി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാതിരിക്കുക. മൈ പ്രണാംസ് ടു യു. താങ്ക് യു വെരി മച്ച്.